Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ലോകം മുഴുവന്റെ മേലും കനിയണമേ. കനിയണമേ. തിരുരക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. ഞങ്ങളെയും കോടാനുകോടി കോടാനുകോടി മക്കളെയും യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ലോകം മുഴുവനെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. 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 കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. 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 ഇടതുകരം ചങ്കിൽ വെച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് പിതാവായ ദൈവമേ അങ്ങയുടെ ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതിനായി അങ്ങയുടെ പരിശുദ്ധകരം ഈ സമൂഹത്തിന്റെ മേൽ ഉയർത്തിപ്പിടിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതിനായി അങ്ങയുടെ പരിശുദ്ധകരം ഈ സമൂഹത്തിന്റെ മേൽ ഉയർത്തിപ്പിടിക്കണമേ. ഹല്ലേലൂയ. 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 ആദിമ ക്രൈസ്തവ വിശ്വാസം ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം മുഴുവൻ പരിശുദ്ധാത്മശക്തിയാൽ നിറഞ്ഞു. ഹല്ലേലൂയ. 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 യേശുവിന്റെ നാമത്തിന്റെ അനന്ത യോഗ്യതയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആന്തരിക സൗഖ്യവും ദൈവസ്നേഹ അനുഭവവും വർഷിക്കണമേ. ഹല്ലേലൂയ. 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 യേശുവിന്റെ നാമത്തിൽ യേശുനാമത്തിന്റെ അനന്ത യോഗ്യതയിൽ ആദിയും അന്തവുമായ യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവന്റെ നാമത്തിൽ ഇതാ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും അരുളി ചെയ്തവന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും എന്നരുളി
ചെയ്തവന്റെ നാമത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ സമൂഹം മുഴുവൻ, ഈ ധ്യാനമന്ദിരം മുഴുവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ, ദൈവ സ്നേഹത്താൽ നിറയട്ടെ. ആന്തരിക സൗഖ്യം, ക്ഷമിക്കുന്ന സ്നേഹം, കരുണാർദ്ര സ്നേഹം, നന്ദി സ്തുതിയുടെ അഭിഷേകം വന്നു നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവനാമം വിളിച്ചപേക്ഷിക്കുന്ന യേശുനാമം വിളിച്ചപേക്ഷിക്കുന്ന കൃപയുടെ അഭിഷേകം, രോഗശാന്തിയുടെ അഭിഷേകം, സൗഖ്യത്തിന്റെ അഭിഷേകം, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള വിമോചനത്തിന്റെ അഭിഷേകം ഈ സമൂഹം മുഴുവൻ ഓരോരുത്തരിലും എല്ലാവരിലും വന്നു നിറയട്ടെ. വിട്ടുമാറാത്ത രോഗപീഠകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. മാറാരോഗങ്ങൾ, തീരാ ദുഃഖങ്ങൾ ആവർത്തിച്ച് വരുന്ന സാമ്പത്തിക തകർച്ചകൾ, കഠിന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, മനോപീഡകൾ യേശുനാമത്തിൽ തിരുനാമശക്തിയിൽ രക്തശക്തിയിൽ ഞങ്ങളെ വിട്ടുപോകട്ടെ. 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധമാക്കും. ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധമാക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിപാട് 12:11 വെളിപാട് 12:11 കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ ശത്രുവിനെ കീഴ്പ്പെടുത്തി. നമ്മുടെ ശത്രു ആരാണ്? പാപത്തിലൂടെ നുഴഞ്ഞു കയറി നമ്മുടെ മനസ്സിൽ ദുശ്ചിന്തകളും ദുർമോഹങ്ങളും ദുരാഗ്രഹങ്ങളും ദുഃഖചിന്തകളും ആകുലത ഉത്കണ്ഠകളും കുത്തിവെച്ച് വീണ്ടും നമ്മുടെ മനസ്സിനെ ദുർബലപ്പെടുത്തുന്ന സാത്താനിക ശക്തികൾ, അന്ധകാര ശക്തികൾ നമ്മിലേക്ക് നുഴഞ്ഞു കയറ്റം നടത്തുന്നത് നമ്മുടെ പാപവാസനകളിലൂടെയാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് പാപമോചനം സ്വീകരിക്കുമ്പോൾ പൈശാചിക പീഡകൾ നമ്മെ വിട്ടുപോകും. പാപത്തിലൂടെ നുഴഞ്ഞു കയറുന്ന പിശാചിന് ഇരിക്കാൻ സ്ഥലമില്ലാതെയാകും. ആകയാൽ ക്രിസ്തുനാഥൻ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ പ്രസംഗിക്കുവാൻ തുടങ്ങി. മർക്കോസ് 1:15 നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. എന്താണ് പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ? നേരെ 180 ഡിഗ്രി തിരിഞ്ഞ് നടക്കണം എന്ന് പറഞ്ഞാൽ പാപത്തിന് പുറംതിരിഞ്ഞു നിൽക്കണം. പാപത്തോട് നാം പോരാടണം, പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. പാപത്തോട് നാം പോരാടണം, പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. 12 വയസ്സുള്ള മരിയ കൊരിയത്തിയെ അലക്സാണ്ടർ എന്ന യുവാവ് ചാരിത്രധ്വംസനത്തിന് വേണ്ടി അവളെ സമീപിച്ചു. കത്തി ഓങ്ങി ഭീഷണിപ്പെടുത്തി. എങ്കിലും എന്നെ കൊല്ലല്ലേ എന്ന് മരിയ കൊരിയത്തി പറഞ്ഞില്ല. അലക്സാണ്ടറെ, ഈ പാപം ചെയ്താൽ നിന്റെ ആത്മാവ് നശിച്ചു പോകും, നരകത്തിൽ പോകേണ്ടി വരും. അപ്പൊ
പാപം ചെയ്യാതിരിക്കാനുള്ള ധീരത, സ്വന്തം ആത്മരക്ഷ മാത്രമല്ല മറ്റേയാളുടെ ആത്മരക്ഷയിലും ശുഷ്കാന്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 21:1-2. മകനേ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനിമേൽ പാപം ചെയ്യരുത്. കഴിഞ്ഞ കാലത്തിലെ പാപത്തിന്റെ മോചനത്തിനായി പ്രാർത്ഥിക്കുക. പാപത്തിൽ നിന്ന് വിഷപ്പാമ്പിൽ നിന്നെന്ന പോലെ ഓടി അകലുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവപുത്രനെ കുരിശിലേറ്റിയ നമ്മുടെ പാപം ഇനിമേൽ നമ്മൾ ആവർത്തിക്കരുത്. പാപത്തെ വെറുത്തുപേക്ഷിക്കണം, മനസാന്തരപ്പെടണം. ഈശോ തന്റെ പരസ്യ ജീവിതത്തിൽ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. എന്താണ് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ സെമിനാരിയിൽ ചേർന്നിട്ടും എനിക്കത് അറിയത്തില്ലായിരുന്നു. എന്നാൽ സെമിനാരി പഠനത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പ്രീ യൂണിവേഴ്സിറ്റി, ഇപ്പോഴത്തെ +2 അല്ല, അതിന് മുമ്പിലുള്ള പ്രീ ഡിഗ്രി, അതിന് മുമ്പുള്ള പ്രീ യൂണിവേഴ്സിറ്റി, ഞാൻ 63 പ്രീ യൂണിവേഴ്സിറ്റിക്ക് 1963 പഠിക്കുമ്പോൾ നല്ല മാർക്കോടുകൂടി 64 നല്ല മാർക്കോടുകൂടി പാസ്സായി. അപ്പോൾ ഒരു കൊല്ലം സെമിനാരി പഠിച്ചു, ഒരു കൊല്ലം കോളേജിൽ പഠിച്ചു. എൻ്റെ വൈദിക പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആലുവായിലുള്ള വിൻസെൻഷ്യൻ സെമിനാരിയിൽ വന്ന് പഠനം തുടർന്ന അവസരത്തിൽ ഒരിക്കൽ ദീപിക പത്രം വായിച്ചപ്പോൾ ഇങ്ങനെയൊരു തലക്കെട്ട് ഞാൻ വായിച്ചു. ഇക്കൊല്ലം പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായവർക്ക് 48 സ്കോളർഷിപ്പ്. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ആരോ പറയുന്ന പോലെ ഒരു സ്വരം ഞാൻ കേട്ടു, അതിലൊന്ന് നിനക്കാണെന്ന്. ഞാനത് ആഗ്രഹിച്ചില്ല, കോളേജിൽ പഠിക്കുവാനും ആഗ്രഹിക്കുന്നില്ല, സെമിനാരി പഠനം തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ഞാൻ വളരെ കൃത്യമായിട്ടൊരു സ്വരം കേട്ടു, 48-ൽ ഒന്ന് നിനക്കാണ്. പ്രായം ചെന്ന ഒരു കുഞ്ചറിയ ബ്രദർ, അച്ഛനാകാതെ നിൽക്കുന്നു, എന്നാൽ ബ്രദറാണ്. കുഞ്ചറിയ ബ്രദർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ചറിയ ബ്രദറിനോട് പറഞ്ഞു, കുഞ്ചറിയ ബ്രദറെ, ഇങ്ങനെ ഒരു സ്വരം കേട്ടല്ലോ ദീപിക പത്രം ഇന്ന ഭാഗം വായിച്ചപ്പോൾ. അദ്ദേഹം പറഞ്ഞു, ഇന്ന് തന്നെ റെക്ടറച്ചനോട് പോയി പറയുക. 70 വയസ്സുള്ള റെക്ടറച്ചൻ്റെ അടുത്ത് വൈകുന്നേരം 7 മണിക്ക് ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ കാലത്ത് കുർബാന കഴിഞ്ഞ് കാപ്പി കുടിച്ച് കഴിഞ്ഞ് അങ്കമാലി ചെന്ന് ജനറാളച്ചനെ കാണുക. വളരെ അടിയന്തരമായ എന്തോ കാര്യമാണെന്ന മട്ടിൽ എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ അവിടെ ചെന്നപ്പോൾ ജനറാളച്ചൻ കേട്ടപാടെ പറഞ്ഞു, ഇപ്പം തന്നെ എറണാകുളത്തിന് പോയി വിൻസെൻഷ്യൻ ആശ്രമത്തിൽ നമ്മുടെ ആശ്രമമുണ്ട്, അവിടെ ചെന്ന് സുപ്പീരിയർസിനെ കണ്ടിട്ട് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞു. ഇതെല്ലാം ഒരു മാലാഖ കൂടെ നിന്ന് നയിക്കുന്നത് പോലെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അന്ന് തന്നെ തിരിച്ചു വന്ന് പിറ്റേ ദിവസം ബാഗൊക്കെ എടുത്ത് ഞാൻ എറണാകുളത്തുള്ള പച്ചാളം വിൻസെൻഷ്യൻ ഹൗസിലേക്ക് പോയി. അവിടെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു അതിമോഹം എന്നെ പിടികൂടി. റാങ്ക് കിട്ടണം, ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടണം. അതുവരെ പഠിക്കാൻ വലിയ താല്പര്യവും അമിതമായ താല്പര്യമൊന്നും ഇല്ലാതിരുന്നയാളാണ്. അങ്ങനെ പഠനത്തിൽ താല്പര്യം മൂത്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഒരാൾ എന്നപോലെ സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് എത്ര വലിയ മാർക്ക് കിട്ടിയാലും ദൈവാനുഭവം ഇല്ലെങ്കിൽ നിന്റെ ജീവിതം ഒരു പരാജയമായിരിക്കും. അപ്പോൾ തന്നെ കാലത്ത് അരമണിക്കൂർ ധ്യാനം, കുർബാന, 10-20 മിനിറ്റ് നമസ്കാരം, പിന്നെ ഉച്ചയ്ക്ക് പ്രാർത്ഥന, 4 മണിക്ക് പ്രാർത്ഥന, വൈകുന്നേരം പ്രാർത്ഥന, കൊന്ത, ഇതെല്ലാം കൂടി 2.5 മണിക്കൂർ പ്രാർത്ഥന ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, 1 മണിക്കൂർ കൂടുതൽ ഇനിയും നീ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, വൈകുന്നേരം കൊന്തയ്ക്ക് മുമ്പുള്ള 1 മണിക്കൂർ ഞാൻ ചാപ്പലിൽ നേരത്തെ പോയി പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ പോയി മുട്ടുകുത്തി കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ വളരെ സ്നേഹമധുരമായ ഒരു ശബ്ദം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ഒരു ദിവസം ഞാൻ കേട്ടു. അതിതായിരുന്നു, ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ്. ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ്. അടക്കം പറയുന്നത് പോലെ, രഹസ്യം പറയുന്നത് പോലെ ഒരു സ്വരം, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും.
എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് കാര്യമായി മനസ്സിലായില്ല. നേരത്തെ മാമോദീസായും സ്ഥൈര്യലേപനവും ഒക്കെ സ്വീകരിച്ചതാണ്. ഇനി എന്ത് പരിശുദ്ധാത്മാവിന് കിട്ടാൻ? കോളേജ് വിദ്യാഭ്യാസം വളരെ വിജയകരമായി പൂർത്തിയാക്കി 3 കൊല്ലം കഴിഞ്ഞ് ഞാൻ വീണ്ടും സെമിനാരിയിൽ ചെന്നു. അവിടുന്ന് നൊവിഷ്യേറ്റിലേക്ക് പോയി. 1 കൊല്ലം ഒരു തീവ്രമായ പ്രാർത്ഥനയുടെ കാലഘട്ടം. അവിടെ വെച്ച് ഒരു പ്രഭാതത്തിൽ കാലത്ത് കുർബാനയ്ക്ക് മുമ്പ് അരമണിക്കൂർ പതിവായിട്ട് ധ്യാനിക്കുന്ന ധ്യാന സമയത്ത് അരമണിക്കൂർ ധ്യാനം. ഞാൻ ഒരു ധ്യാന പുസ്തകത്തിൽ നിന്ന് മുട്ടുകുത്തി നിന്ന് പുസ്തകത്തിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കൈപ്പാട് അകലെ ഒരു പ്രകാശഗോളം നിൽക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ചപ്പോൾ ദർശനത്തിലാണ് ഞാനത് കാണുക. ഒരു പൂർണ്ണചന്ദ്രൻ്റെ മുഴുപ്പുള്ള പ്രകാശഗോളം. അത് ക്രമേണ സാവധാനം എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ശിരസിൻ്റെ മുകളിൽ വന്നിരുന്നു. എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ എൻ്റെ മനസ്സൊരു സ്വർഗം പോലെയായി. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു, ആത്മീയ ആനന്ദം കൊണ്ട് നിറഞ്ഞു. എൻ്റെ 23 വയസ്സ് വരെയുള്ള മനസ്സിലെ മുറിവുകളും ദുഃഖങ്ങളും പരാതികളും ആവലാതികളും അപകർഷതയും കുറ്റബോധവും കുറ്റംവിധിയും ജീവിത നൈരാശ്യവും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും അനുഭവങ്ങളും ഈ സ്വർഗീയ പ്രകാശം വന്ന് കഴുകി മാറ്റുകയും ഞാൻ ദൈവസ്നേഹത്താൽ നിറയുന്ന അനുഭവം എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഏതാണ്ട് 15 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന അനുഭവം. 1 മാസം കൂടെ കഴിഞ്ഞപ്പോൾ ഇതേ അനുഭവം വീണ്ടും എന്നിൽ ആവർത്തിച്ചു. കത്തിജ്വലിച്ചു നിൽക്കുന്ന പ്രകാശഗോളം 2 കൈപ്പാടകരെ അത് സാവധാനം എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ശിരസിൻ്റെ ഉള്ളിൽ വന്നിരുന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളറയിലേക്ക് പ്രവേശിച്ച് എൻ്റെ മനസ്സിൽ കുട്ടിക്കാലം തൊട്ടുണ്ടായിരുന്ന എല്ലാ വേദനകളും പരാതികളും ആവലാതികളും ഒരിക്കൽ കൂടെ മായ്ച്ചു കളഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് ആത്മീയ ആനന്ദം കൊണ്ട് ഞാൻ നിറയുകയാണ്. ഇത് 2-ാം മാസം കഴിഞ്ഞു. 3-ാം മാസവും ആവർത്തിച്ചു, 4-ാം മാസവും ആവർത്തിച്ചു, 5-ാം മാസവും ആവർത്തിച്ചു, 6-ാം മാസവും ആവർത്തിച്ചു. 6 മാസമായപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സമ്പൂർണ്ണ മാറ്റം വന്നു. ആ മാറ്റത്തിൻ്റെ പേരാണ് യേശുവിൽ പുതിയ സൃഷ്ടിയാകുക, പഴയത് കടന്നു പോവുക. ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. 2 കൊരിന്ത്യർ 5:17 എഴുതാവുന്നവർ എഴുതിക്കോ. 2 കൊരിന്ത്യർ 5:17 ക്രിസ്തുവിലായിരിക്കുന്ന, എല്ലാവരും പറഞ്ഞേ, ക്രിസ്തുവിലായിരിക്കുന്ന ഏവരും ഒരു പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. പുതിയത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുവരെ ഒന്ന് ചിരിക്കാൻ വളരെ കഷ്ടപ്പാട് ആയിരുന്നു. ഒരുപാട് ദുഃഖവും നിരാശയും തലയ്ക്കകത്ത് കിടക്കുമ്പോൾ ഒന്ന് ചിരിക്കണമെങ്കിൽ വലിയ പാടായിരുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നപ്പോഴേ എൻ്റെ ഉള്ളിൽ ചിരി വന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴേ എനിക്ക് ചിരി വന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? നിങ്ങളുടെ ഉള്ളിൽ ഇതിനകം കർത്താവ് കുറേ പുഞ്ചിരികളും സ്നേഹസ്പർശനങ്ങളും ചേർത്ത് തന്നു കഴിഞ്ഞു. ഇതുവരെയുണ്ട ഒരുപാട് ദുഃഖഭാരങ്ങൾ ഈ ധ്യാനത്തിൻ്റെ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ 3-ാം ദിവസം ആയപ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ ദുഃഖഭാരം മാറിപ്പോയി. മനസ്സിൽ ഒരു സന്തോഷം വന്നിട്ടുണ്ട്, ഒരു സ്നേഹം നിറഞ്ഞിട്ടുണ്ട്. വന്നപ്പോഴത്തെ അവസ്ഥയല്ല. ഒന്ന് കുമ്പസാരം കഴിഞ്ഞു, പിന്നെ വചനപ്രഘോഷണം കേട്ടു, പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വന്നു, അശുദ്ധാത്മാവ് വിട്ടുപോയി, ദൈവസ്നേഹം നിറഞ്ഞു, ക്ഷമിക്കുന്ന സ്നേഹം ലഭിച്ചു, മറ്റുള്ളവരോട് മനസ്സലിവ് ലഭിച്ചു, നമ്മളോടും മറ്റുള്ളവരോടും സ്നേഹവും ബഹുമാനവും അനുഭവപ്പെടാൻ തുടങ്ങി. നമ്മുടെ മനസ്സിലെ മുറിവുകളെല്ലാം മാറുന്നു. വിശ്വാസവും പ്രത്യാശയും നമ്മിൽ നിറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും 2 കൈ ഒന്ന് ഉയർത്തുകയും
കൈയൊന്ന് വീശിക്കേ. ഈ 1 മണിക്കൂറിനുള്ളിൽ കർത്താവ് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ കാണിച്ചു തരും. കൈവേദന, ഒരത്തിനുള്ള വേദന കർത്താവ് മാറ്റുന്നു. കൈ ഉയർത്താൻ പ്രയാസം കർത്താവ് മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. 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 ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. Hallelujah. കുറേ പേർക്കുള്ള ഓർത്തോർത്തുള്ള ദുഃഖം കർത്താവ് മാറ്റിക്കളയുന്നു. ഓർത്തോർത്തുള്ള ദുഃഖം, അതൊരു പൈശാചിക പീഡ പോലും ആകാം. നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം സാത്താൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു തരും. അതെല്ലാം വിട്ടുപോകുന്നു. അതിൻ്റെ അർത്ഥം നമ്മളിവിടെ വന്ന ശേഷം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൈശാചിക പീഡ വിട്ടുപോകുന്നു. ദുഃഖം, നിരാശ, ആകുലത, ഉത്കണ്ഠ, കുറ്റബോധം, ഭയം, ഇതെല്ലാം ഉണ്ടാക്കുന്ന ശാരീരിക വേദനകൾ, ഇവയുണ്ടാക്കുന്ന പൈശാചിക പീഡകൾ വിട്ടുപോകുന്നു. മനോഭാരം നീങ്ങിപ്പോകുന്നു. 2 കൈയും ഉയർത്തി കൈയടിച്ച കർത്താവിന് നന്ദി പറഞ്ഞ് ശാന്താലാഹ ബാലഹ ഒമേഗ വ്രാലേ മാസ രശ്മ ശാന്താലാഹ ബാലഹ ശാന്താലാഹ ബാലഹ ശാന്താലാഹ ബാലഹ ഒമേഗ വ്രാലേ മാസ രശ്മ ഹല 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 ഹന്ത ഹലഹ ബാ സദാനെ ദൂരെ പോവുക. ഹന്ത ഹലഹ ബാ സദാനെ ദൂരെ പോവുക. ഹന്ത ഹലഹ ബാ സദാനെ ദൂരെ പോവുക. ശാന്താലാഹ ബാലഹ ഹല്ലേലൂയ, 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 Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇനി അടുത്ത കാലത്ത് ഒരു ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരാളുടെ സാക്ഷ്യം ഞാൻ കേട്ടു. അദ്ദേഹം 10,000 പേരുടെ ഒരു സമ്മേളനത്തിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപന സമ്മേളനം ഫോർട്ട് കൊച്ചിയിൽ നടക്കുമ്പോൾ സാക്ഷ്യം പറയാൻ വന്നയാളാണ്. അദ്ദേഹം ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹത്തിന് ക്യാൻസർ പിടിച്ച് ചികിത്സയ്ക്കായിട്ട് ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നു, പിന്നെ തിരുവനന്തപുരത്ത് ചെന്നു. വലിയ സ്ഥാപനമാണെങ്കിലും പണം ഉണ്ടെങ്കിലും കിടക്കാൻ മുറി കിട്ടിയില്ല. ഹോളിൽ കിടക്കേണ്ടതായിട്ട് വന്നു. ഹോളിൽ ഒരുപാട് രോഗികൾ കിടപ്പുണ്ട് താൻ. ഇയാളുടെ ശ്രദ്ധ ഒരു ചെറുപ്പക്കാരനിൽ പതിഞ്ഞു. പലപ്പോഴും കീമോതെറാപ്പിയൊക്കെ ചെയ്ത് ശരീരം മുഴുവൻ അങ്ങനെ ആകപ്പാടെ കറുത്ത് വട്ടച്ച് മനുഷ്യരൂപം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ 2-3-4 കട്ടിലിന് അപ്പുറം കിടക്കുന്നു. ഇയാൾ ഇവിടെയും കിടക്കുന്നു. പലപ്പോഴും അവനെ നോക്കി ഫ്രാങ്ക്ലിൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കും. ഇവൻ സ്വന്തം കാര്യം മറന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കും. അവനെ എങ്ങനെയെങ്കിലും സുഖപ്പെടുത്തി കർത്താവേ എന്ന് പറഞ്ഞു. ഒരു ദിവസം പാതിരാത്രി കഴിഞ്ഞപ്പോൾ 3 പേര് ഇവൻ കിടന്ന മുറിയിലേക്ക് കയറി വന്നു. ഇവൻ്റെ കട്ടിലിൻ്റെ അടുത്ത് വന്ന് 3 പേരും കൂടെ നിന്നു. ഇവനെ ഒന്ന് തട്ടി, എന്നിട്ട് പറഞ്ഞു, നീ ചോദിച്ച കാര്യം സാധിച്ചു തന്നിരിക്കുന്നു, നീ പ്രാർത്ഥിച്ച കാര്യം സാധിച്ചു തന്നിരിക്കുന്നു. ഇവൻ കണ്ണു തുറന്നപ്പോൾ ആരും കാണാനില്ല. ഇവൻ ചാടി എഴുന്നേറ്റു, ശരീരമെല്ലാം വേർക്കുന്നു. ഉടനെ നേഴ്സുമാരുടെ മുറിയിലേക്ക് ഓടി. അവിടെ ചെന്ന് എന്തോ സംഭവിച്ചെന്ന് മട്ടിൽ പറഞ്ഞു. തിരിച്ചു വന്നപ്പം ശ്യാം എന്ന ചെറുപ്പക്കാരൻ പൂർണ്ണ സൗഖ്യവാനായി മുട്ടുമുട്ടുക്കനായിട്ട് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ച കാര്യം ഞാൻ സാധിച്ചു തന്നിരിക്കുന്നു. 3 പേരാണ് പാതിരാത്രിക്ക് അങ്ങോട്ട് കയറി ചെന്നത്. അവൻ പറഞ്ഞു, നടുക്ക് നിന്നത് ഈശോയാണ്, അപ്പുറേ ഇപ്പുറേ നിന്നത് ഓരോ അപ്പസ്തോലന്മാരാണ്. പെട്ടെന്ന് അവർ മഞ്ഞു പോവുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Hallelujah. ഇവന് കിട്ടിയത് രോഗശാന്തി മാത്രമല്ല, പരിശുദ്ധാത്മാഭിഷേകം. അതാണ് അനേക സ്ഥലത്ത് ചെന്ന് സാക്ഷ്യം പറയുവാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 1:8. യേശു നാഥൻ സ്വർഗാരോഹണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്, നിങ്ങളുടെ സഹനസ്ഥലം വിട്ടു പോകരുത്. അതെന്തത്? സഹനം ദൈവം അറിഞ്ഞുകൊണ്ട് വരുന്നതാണ്. സഹനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാൽ മതി. സഹനം മാറ്റണേ, സഹനം മാറ്റണേ, സഹനം മാറ്റണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്. എന്താണ് ജെറൂസലേമിൻ്റെ പ്രത്യേകത? എല്ലാ പ്രവാചകന്മാരെയും കൊന്ന സ്ഥലമാണ്.
യേശു എന്ന മഹാവലിയ പ്രവാചകനെയും അവിടെ അവർ കൊന്നു, കുരിശിൽ തൂക്കി കൊന്നു. എന്നാൽ അവിടെയാണ് യേശു മഹത്വപൂർണനായി ഉയർത്തെഴുന്നേറ്റത്. ഓരോ സഹനത്തിന് ശേഷവും ഒരു ഉയർപ്പുണ്ട്, ഒരു പരിശുദ്ധാത്മാഭിഷേകമുണ്ട്. ഓരോ ദുഃഖവെള്ളിക്ക് ശേഷവും ഒരു ഉയർപ്പ് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ദുഃഖവെള്ളികളെ ഓർത്ത്, നിങ്ങളുടെ സഹനങ്ങളെ ഓർത്ത്, പരാജയങ്ങളെ ഓർത്ത്, മണ്ടത്തരങ്ങളെ ഓർത്ത്, വീഴ്ച താഴ്ചകളെ ഓർത്ത് ദുഃഖിച്ച് സമയം കളയണ്ട. പിന്നെ എന്ത് ചെയ്യണം? സ്തുതിച്ച് 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 പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ഹല്ലേലൂയ. ഇപ്പോഴുള്ളതിൻ്റെ 10,000 മടങ്ങ് പ്രശ്നം വന്നാലും ഞാൻ ദുഃഖിക്കുകയില്ല, സ്തുതിക്കുകയേ ഉള്ളൂ. സ്തുതിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. എന്ന് മാത്രമല്ല, ഇതുപോലെ സഹനമുള്ള അനേകായിരം, അനേക ലക്ഷം പേരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.